ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പം ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുന്നംകുളത്തുള്ള സിൻസിയറിലാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ സിൻസിയറിലെത്തി. പിന്നെ സ്കൂൾ ബാഗ് ആണ് ആദ്യം നോക്കാൻ പോയത്. പിന്നെ ഈ ഒരു പച്ച ബാഗ് എനിക്ക് അച്ചെടുത്ത് തന്നാണ്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതെടുത്തില്ല. അതിനുശേഷമാണ് ഈ ഒരു ബാഗ് കണ്ടത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഇത് ഞാൻ എടുത്തു. പിന്നെ ഇതൊരു പിക്നിക്കിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണ്. സിൻസിയറിന് ഞങ്ങൾ ബാഗും ടിഫിൻ ബോക്സും ഒരു ബ്രൗൺ പേപ്പർ മാത്രമേ മേടിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ HNCക്ക് അങ്ങോട്ട് പോയി. ഇത് നല്ല സിമ്പിൾ ആയിട്ടുണ്ട്. ഇതെടുത്തോ, അത് രണ്ടെണ്ണം എടുത്തോ. അത് തന്നെ ഇതാ. ഇതെടുത്തോ, ഈ പപ്പിയുടെ ഞങ്ങൾ അവിടുന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അമ്മയ്ക്ക് എക്സ്ട്രാ വേറെ ഒരു സ്കൂളിലേക്കല്ല, അമ്മയ്ക്ക് നോട്ടൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു സ്കെച്ച് പെന്ന് മേടിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചേട്ടൻ്റെ സ്കൂളിലേക്കൊക്കെ പോയി. അതിനുശേഷം ഞങ്ങൾ എല്ലാത്തും മേടിച്ചിട്ട് വീട്ടിലെത്തി. ഇനി ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ അവസാനം കാണിച്ചു തരാം. സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തി. അപ്പം നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പം ആദ്യം ചേട്ടൻ്റെ ബുക്സാണ് ഇതൊക്കെ. എൻ്റെ ചേട്ടൻ്റെ ബുക്സാണ്. പിന്നെ ഇനി എൻ്റെ ബീഗ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ പഠിച്ചാണ്. റൂൾ ഭാഗം മനസ്സിലാക്കാം. ഇതിൽ ബുക്സ് വയ്ക്കാം. നമുക്ക് ബുക്സ് വയ്ക്കാം, ടെക്സ്റ്റ് ബുക്കൊക്കെ വയ്ക്കാം. ഇതിൽ ബോക്സ് വയ്ക്കാം. ഇതിൽ നമുക്ക് പെൻസിലും പേനയും വയ്ക്കാം.
പിന്നെ ഇത് ആൾക്കൊക്കെ പെട്ടെന്ന് കാണും. പിന്നെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇത് നല്ല സോഫ്റ്റാണ്. പിന്നെ നമുക്ക് ഒരു ബ്രൗൺ ചാർട്ട് പേപ്പർ ഉണ്ട്. പിന്നെ ഇത് ശരിക്കും വേറെ ഒന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വെച്ചിട്ട് ഇതെന്റെ പെൻസിൽ ബുക്ക്. ഇത് തുറന്ന ഇതെങ്ങനെയാണ്. ഇവിടെ മറ്റേ ടൈം ടേബിളൊക്കെ എഴുതാം. പിന്നെ ഇഷ്ടം എഴുതാം. പിന്നെ ഇവിടെ പെൻസിലും സ്കെയിലും അങ്ങനെ കട്ടി കുറഞ്ഞ് വയ്ക്കാം. പിന്നെ ഒരു സാധനം, പിന്നെ ഇവിടെ ഷാർപ്പൻ ചെയ്യാറുള്ളതാണ്. ഇങ്ങനെ തുറന്നിട്ട് ഇവിടെ ചെത്തിക്കഴിഞ്ഞ് കളയാറാകുമ്പോൾ ഇത് തുറന്നിട്ട് കളയാം. പിന്നെ ഇത് വട്ടപ്പൊട്ടിൽ അപ്പം എനിക്കിത് ഇഷ്ടമായി. ഇത് മേടിച്ചു, കാരണം അത് നല്ല ചെറുതായിരുന്നു. ഇത് ചേട്ടൻ്റെ ബോക്സാണ്. ചേട്ടൻ്റെ ഒരു പൗച്ചാണ് ബോക്സായിട്ട് വയ്ക്കുന്നത്. ഭാഗത്തൊക്കെ നല്ല സോഫ്റ്റാണ്. പിന്നെ ചേട്ടൻ്റെ ബോക്സ്, ചേട്ടൻ്റെ പെന്നിന് ചേട്ടൻ്റെ പെന്നില്ല സ്കെയില്. പിന്നെ എൻ്റെ ബുക്സ് ഇത് വരട്ടാണ്. ഇതും വരട്ടാണ്. ചെറിയ ബുക്സാണ്. എനിക്ക് 8 ബുക്സും എനിക്ക് കുറച്ച് ചെറിയ ബുക്സാണ്. എനിക്ക് 8 ബുക്കും ചേട്ടന് 10 ബുക്കുമാണ്. ഇത് ബ്രഷ് പെന്നാണ്, ഡോംസിൻ്റെയാണ്. പക്ഷേ ഇത് അമ്മേൻ്റെയാണ്. അമ്മയ്ക്ക് വർക്കിനൊക്കെ എടുത്തതാണ്. പിന്നെ എനിക്ക് ആവശ്യമുള്ളപ്പോൾ മലയാളത്തിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയും. മറ്റേ ഹെഡിങ് എഴുതും. അപ്പോൾ ഇതുകൊണ്ടൊക്കെ വരയ്ക്കാമെന്ന് പറഞ്ഞ അമ്മ അത് എനിക്ക് കുടിക്കുന്നു. പിന്നെ ഇത് ചേട്ടൻ്റെ കോമ്പസ് നെയിം സ്ലിപ്പാണ്. പിന്നെ ഒരു ഗ്ലൂ ഉണ്ട്. ഫെവിസ്റ്റിക്കാണ് മേടിച്ചത്. പിന്നെ ഈ ഒരു ഇതാണ് ഈ നെയിം സ്ലിപ്പ്. ഒരു 4 എണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ചേട്ടൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ ബുക്സാണ്. ടെക്സ്റ്റാണ്. ചേട്ടൻ്റെ സ്കൂളിൽ ഇങ്ങനത്തെ ഡ്രോയിങ് ബുക്സൊക്കെ ഉണ്ട്. എൻ്റെ പെൻസിൽ കളറ്. ഇതെൻ്റെ അതിനകത്തോട് എനിക്ക് ഇതാണ്. ഇത് വെച്ചാണ് 12 കളറാണുള്ളത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ട് മേടിച്ചതാണ്. മണുണ്ട്. ഇത് കളർഫുള്ളാണ്. റബ്ബറാണ്. പിന്നെ ഒരു പെൻസിലിൻ്റെ പെട്ടി. ഇതിലൊരു മൂടിയുണ്ട്, റബ്ബറുണ്ട്, കട്ടറുണ്ട്. ഡോംസിൻ്റെ പിന്നെ റബ്ബർ 2 എണ്ണം, സാധാ റബ്ബർ. പിന്നെ ഒരു റബ്ബർ കൂടിയുണ്ട്. ഇനി ഇത് എൻ്റെ ഒരു പെൺമുടി. എൻ്റെ അച്ഛനാണ് ശരി മേടിച്ചത്. പിന്നെ 2 ജെൽപ്പെന്ന്. പിന്നെ ഒരു സ്റ്റാപ്ലർ പിന്ന്. സ്റ്റാപ്ലർ പിന്നെ ഇവിടെ ഉണ്ട്. പിന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്ന് മേടിച്ചു, സ്റ്റാപ്ലർ മേടിച്ചില്ല. പിന്നെ ബുക്കൊക്കെ ചട്ടണം. ഇത് ചേട്ടൻ്റെ റബ്ബറാണ്.
2 കളിപ്പാത്രം 2 ഗ്രൂപ്പുണ്ട്. സാധാ ചെറിയ 2 കളിപ്പാത്രം. പിന്നെ ചേട്ടന് ടിഫിൻ ബോക്സ് നാശമായി, അതുകൊണ്ട് ചേട്ടൻ ഒരു ടിഫിൻ ബോക്സ് മേടിച്ചു. പിന്നെ എനിക്ക് ടിഫിൻ ബോക്സ് ഉള്ളതുകൊണ്ട് മേടിച്ചില്ല, കാരണം എൻ്റെ ഇപ്പോഴും കുഴപ്പമില്ലാത്തതാണ്. പിന്നെ അതുകൊണ്ട് ചേട്ടൻ്റെ വാട്ടർ ബോട്ടിന് ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ചേട്ടൻ്റെ വാട്ടർ ബോട്ടിൽ മേടിച്ചില്ല. ഞാൻ എനിക്കൊരു വാട്ടർ ബോട്ടിൽ മേടിച്ചു, അതാണ് ആദ്യം കാണിച്ചത്. ഞാനപ്പോൾ അത്യാവശ്യമുള്ള ഞങ്ങളൊക്കെ മേടിച്ചുള്ളൂ. പിന്നെ കൊടിയുണ്ട്, പിന്നെ ചേട്ടൻ്റെ ബാഗൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ള സാധനങ്ങളൊന്നും മേടിച്ചില്ല, അത്യാവശ്യമുള്ള സാധനങ്ങളാണ് മേടിച്ചത്. നിങ്ങളുടെ സ്കൂളിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചോ ഇല്ലെന്ന് കമൻറ്റ് ഇടണം. നിങ്ങൾക്ക് ഇതുപോലത്തെ ബാഗ് ഉണ്ടോയെന്ന് കമൻറ്റ് ഇടണം. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ബൈ ബൈ.